എനിക്കേറെ പ്രിയങ്കരായ എൻ്റെ LPST UPST അധ്യാപക വിദ്യാർത്ഥികളെ, നിങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയുമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ LPST UPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും, അതായത് ഏറ്റവും അവസാനത്തെ റാങ്കുകളിൽപ്പെട്ടവരും, കഴിഞ്ഞ LPST UPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാത്തവരും, അതോടൊപ്പം തന്നെ ആദ്യമായി LPST UPST പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കുമായി അവർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ്? നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അടുത്ത നോട്ടിഫിക്കേഷന്റെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊന്ന് പരിശോധിക്കാം. വളരെ സൂക്ഷ്മമായി പരിശോധിക്കാം. ഓക്കെ, അതായത് LPST റാങ്ക് ലിസ്റ്റ് വന്നത് 2025 മെയ് മാസം 31-ാം തീയതിയാണ്. 2025 മെയ് മാസം 31-ാം തീയതിയാണ് നിലവിലെ LPST റാങ്ക് ലിസ്റ്റ് വന്നത്. PSC സാധാരണഗതിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റ് പ്രവർത്തനം തുടങ്ങുന്നത് മുതൽ 18 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 18ാമത്തെ മാസം, അതായത് 1.5 വർഷമാകുമ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കാറ്. 99% അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ 1.5 വർഷം എപ്പോഴാണ് കഴിയുന്നത് എന്ന് നമുക്ക് LPSTയുടെ കാര്യത്തിൽ ആദ്യമായി ഒന്ന് നോക്കാം. 1.5 വർഷം എന്ന് പറയുമ്പോൾ 2025 മെയ് മാസം 31-ാം തീയതിയുടെ കൂടെ ഏകദേശം 18 മാസങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 2026 നവംബർ മാസമാണ്. മക്കളെ ശ്രദ്ധിക്കുക, 2026 നവംബർ മാസമാണ്. അപ്പോൾ 2026 നവംബർ മാസം 1.5 വർഷം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയാകും. 1.5 വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ആകുന്നത് മാത്രമല്ല, അധ്യാപക തസ്തിക ആയതുകൊണ്ടും ഇന്റർവ്യൂ എന്ന പ്രോസസ് ഉള്ളത് കൊണ്ടും അത് 1.5 വർഷത്തിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ അതിന്റെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ്, പഴയ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ 2026 നവംബർ മാസത്തിലാണ് 1.5 വർഷം നിലവിലെ LPST റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും 2026 നവംബറിലോ അതല്ലെങ്കിൽ 2026 ഡിസംബർ 31-നോ റാങ്ക് ലിസ്റ്റിന്റെ നിലവിലെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഉറപ്പിച്ചോ, LPST 2026 ഏകദേശം 90% അല്ലെങ്കിൽ 99% 2026 ഡിസംബർ 31-ന് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയാണ്. അപ്പോൾ 2026 ഡിസംബർ 31-ന് മുന്നേയും വരാൻ സാധ്യതയുണ്ട്. കാരണം ഏകദേശം 1.5 വർഷം കംപ്ലീറ്റ് ആകുന്നത് 2026 നവംബറിലാണ്. ഇനി നമുക്ക് UPSTയുടെ കാര്യത്തിലേക്ക് വരാം. UP റാങ്ക് ലിസ്റ്റ് വരുന്നത് 2025 ഒക്ടോബർ 12-നാണ്. 2025 ഒക്ടോബർ 12-ന് വരുന്ന ഈ റാങ്ക് ലിസ്റ്റ് 2027 ഏപ്രിൽ മാസമാണ് 1.5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത്. 2027 ഏപ്രിലാണ്, 2026 അല്ല, 2027 ആണ്. സാധാരണഗതിയിൽ ഇവിടെ നോക്കുക, സാധാരണഗതിയിൽ LPST നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ UPST കൂടി അങ്ങ് വിളിക്കും. അപ്പൊ സ്വാഭാവികമായും നമുക്ക് മുമ്പിൽ 2 കാര്യങ്ങൾ കൃത്യമായി ഉണ്ട്. അതിലൊന്ന്, 2026 ഡിസംബർ 31-ന് വിളിക്കാൻ ഒരു 60% സാധ്യതയും 2027 വിളിക്കാൻ ഒരു 40% സാധ്യതയും. അപ്പോ നിങ്ങൾ ഇനി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതാണ് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ HSA നോട്ടിഫിക്കേഷൻ ഒക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. സോ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ, ഇനി നിങ്ങളുടെ മുമ്പിൽ എത്രയാണ് സമയം എന്ന് ആലോചിക്കുക. അതായത് 2025 അവസാനിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ 2 ആഴ്ച കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1.5 ആഴ്ച കൂടി കഴിയുമ്പോഴത്തേക്ക് 2025 ചരിത്രമാവുകയാണ്. 2026 നോട്ടിഫിക്കേഷൻ വരുമെങ്കിൽ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കേണ്ടതാണ്. ഒരു വലിയ കോമ്പറ്റീഷൻ ആണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പഠിക്കാൻ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് വലിയ രീതിയിൽ അത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയും വേഗം, കാരണം അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ ആണ്. ആദ്യമായി പരീക്ഷ എഴുതുന്നവരും, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളിൽ അവസാനം കിടക്കുന്നവരും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക്
നന്നായി എഴുതാൻ കഴിയാതെ ദുഃഖിതരായിരിക്കുന്ന അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്തവരും എല്ലാവരും സടകുട ജനിക്കേണ്ട സമയം ഇതാ അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ. താങ്ക് യു.